ഈ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. എത്ര ഭംഗിയാണ്, എത്ര ആനന്ദമാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ആളുകൾക്കും ഓരോ പദവി സമസ്തയിലുള്ളവരാണ്. ഓരോ ആളുകൾക്കും ഓരോ പദവി. മാഷാ അല്ലാഹ്, നമ്മുടെ മുക്കം ഉമർ ഫൈസി ഉസ്താദ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുക്കം മക്കൾ എൻ്റെ കൂടെ വരികയും എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു സമയത്ത് നേരെ ഞാൻ മമ്പുറം സിയാറത്ത് ചെയ്യാൻ വേണ്ടി എത്തുകയും ഈ മക്കളെയും കൂട്ടി അവിടുന്ന് സൂറത്ത് യാസീൻ ഓതി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മമ്പുറത്ത് പോയ എല്ലാവർക്കും അറിയാം, പുറത്തിറങ്ങുമ്പം ഒരു കയറ് പിടിച്ച് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു കോള് വന്നു. ചെറിയൊരു നിസ്കാര പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഒരു ഇമാമിന് ആവശ്യമുണ്ട്. സീതയിൽ പോയി മദ്രസയിൽ മുഅല്ലിമായും ഒരാൾ ആവശ്യമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതിന് വരാമെന്ന് ഞാൻ പറഞ്ഞു. 6 മക്കള് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കൾ എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന്. വലിയ ആശങ്കയോടെ ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. വലിയ ആശങ്കയായിരുന്നു. ഉസ്താദേ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ആ മക്കളെ 6 മക്കളെ ഞാൻ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് ഇസ്മായിൽക്കയും നാസർക്കയും റഊഫും ആ മുറ്റത്തിരിക്കുന്ന സമയത്താണ് ഞാൻ എത്തിപ്പെടുന്നത്. ഒരു അസറിനായിരുന്നു. അസർ നിസ്കരിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, 6 മക്കൾ എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രയാസവും സഹിക്കാൻ തയ്യാറായിട്ട് ഞാൻ വന്നത്. ഈ 6 മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ 6 വീട് നിങ്ങൾ കാണിച്ചു തന്നാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം ഇൻഷാ അല്ലാഹ് എന്ന്. എനിക്ക് ഏറ്റവും വലിയ ഒരു മുന്നിലുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് മഹാന്മാരായിരിക്കുന്ന, പ്രത്യേകിച്ച് മമ്പുറം തങ്ങളും മടവൂർ ശൈഖുനയും കണ്ണിയാല മൗലിയൊക്കെ ആ ഒരു പിടുത്തത്തിലായിരുന്നു ഞാൻ. ആ സിയാറത്തിലാണ് എൻ്റെ ഒരു പിടുത്തം എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇവരെ പ്രത്യേകം സൂചിപ്പിച്ചത് ശമ്പളത്തിന്റെ വിഷയമായിരുന്നു. ഞാൻ പറഞ്ഞു, ശമ്പളം എനിക്ക് പ്രശ്നമില്ല, നമുക്ക് കുട്ടികൾക്ക് ഒരു ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കേന്ദ്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അൽഹംദുലില്ലാഹ് അത് ഏറ്റെടുക്കുകയും പിറ്റേ ദിവസം ഞാൻ 4 ദിവസം ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചു. ആ 4 ദിവസം കൊണ്ട് ഏകദേശം ഒരു ചെറിയൊരു ചിത്രം എൻ്റെ മനസ്സിൽ ഈ നാടിനെ കുറിച്ച് പഠിച്ചു. അൽഹംദുലില്ലാഹ് വലിയ ഒരു തൗഫീഖ് എന്ന് പറയുന്നത്, വലിയ ഒരു കൃഷിഭൂമി ഉണ്ടാക്കി വെച്ച് അതിൽ പാകപ്പെട്ട രീതിയിൽ വിത്തിട്ട് കഴിഞ്ഞാൽ മുളക്കാൻ സാധ്യത കാണുന്ന ഒരു ഭൂമിയായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. അബ്ദുൽ കരീം ഫൈസി ഉസ്താദിനെ ഞാൻ അനുസ്മരിക്കുന്നു. ഉസ്താദ് ഒരുപാട് ദഅവത്തുകൾ, ഒരുപാട് യുവാക്കളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ മക്കളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന് ഞാൻ 4 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ് 4ാമത്തെ ദിവസം ഞാൻ പാളയത്ത് അബ്ദുൽ കരീം ഉസ്താദിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്ത് 5ാമത്തെ
ദിവസം ഞാൻ മക്കളെ കൂട്ടി വന്നിവിടെ ഹിഫ്ള് പഠനം ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, വലിയ ഒരു മനസ്സിനൊരു പ്രയാസം തോന്നിയത് ഉമ്മമാർക്ക് രാവിലെ 8 മണിക്ക് നാസ്ത കൊടുക്കാൻ കഴിയില്ല എന്നൊരു പ്രയാസമായിരുന്നു ആദ്യം. ഞാൻ ആ ഉമ്മമാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ അന്ന് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, നിങ്ങളെ വീട്ടിൽ എപ്പോഴാണോ നാസ്ത ഉണ്ടാക്കുന്നത് ആ സമയത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാഹ് സുദീർഘമായിട്ട് പറയുന്നതല്ല, വന്ന വഴിയൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആലിമീങ്ങളെ ദുആയിൽ ഈ നാട്ടുകാർ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 6 മക്കള് പിന്നെ 10ആയി, 10 മക്കൾ പിന്നെ 14, 15, 20, 23. 6 വർഷം പൂർത്തിയായി. 7ാമത്തെ വർഷം പൂർത്തിയാകുന്ന സമയത്ത് 33 മക്കള് ബദരിയ ഹിഫ്ദുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം 14 മക്കൾ ഇവിടുന്ന് ഹിഫ്ള് പൂർത്തീകരിച്ച് തുടർ പഠനത്തിന് വേണ്ടി പോവുകയും ദാരിമിയാവുകയും മറ്റ് ഹിഫ്ദുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിൽ സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുറത്തേക്കാടിന്റെ മണ്ണ് വല്ലാത്തൊരു അനുഗ്രഹമുള്ള മണ്ണാണ്. ഈ സമയത്ത് അബ്ദുൽ കരീം ഫൈസി ഉസ്താദിന് ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത സങ്കടം. ചില സമയങ്ങളിൽ വല്ലാത്ത സങ്കടമായിരിക്കും. ആ മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടിപ്പിടിച്ച് ഈ ഒരു സ്ഥാപനം ഇനിയും ഒരുപാട് ഉയർത്തി കൊണ്ടുവരുമെന്നുള്ളത് ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. ആ ഉസ്താദിന്റെ ശിഷ്യന്മാരെ മാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് എന്തൊക്കെ ഈ ഒരു നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 33 മക്കള് ഇപ്പൊ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരു കുട്ടി CA ഒക്കെ പഠിക്കുന്നവരുണ്ട്. മറ്റു രീതിയിലൊക്കെ ഭൗതികമായിട്ടും അൽഹംദുലില്ലാഹ് പഠിപ്പിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകി. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ നാട്ടിലുള്ള നല്ലവരായ ഉമ്മമാരാണ്. ഒരു വീട്ടില് 3ഉം 2ഉം ഒരു കുട്ടിക്കും, അങ്ങനെ ആ രീതിയിൽ വലിയൊരു തൗഫീഖ് നാടിന് അല്ലാഹു നൽകി. എന്റെ ഉമ്മമാരോട് പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും ഈ സ്ഥാപനം നിങ്ങൾ ഏറ്റെടുക്കണം, മക്കളെ ഇനിയും വർദ്ധിപ്പിക്കണം, ഇനിയും വീടുകളിൽ ഭക്ഷണം കൊടുക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാരുമില്ലാത്തൊരു സമയത്ത് ഈ മക്കളെ ദുആ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എടുത്തു പറയുന്നത്, കല്യാണം കഴിക്കാത്ത മുസ്തഫക്ക് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് മക്കളില്ല. പക്ഷേ മക്കളെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത അദ്ദേഹത്തിന് വീട്ടിൽ ഭക്ഷണം കൊടുത്ത മോനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവന് എന്താണ് ആവശ്യം? ആ ഹിഫ്ള് പഠിച്ച് ഹാഫിളായ ആ കുട്ടി മാഷാ അല്ലാഹ് ഇപ്പൊ ഈ തൊട്ട് പിറകിലിരിക്കുന്ന ഈ കോട്ടിട്ട മക്കളോടെ പഠിക്കുന്നതും കോട്ടിടാതെ ഇരിക്കുന്ന വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന മുതഅല്ലിമീങ്ങള് അദ്ദേഹം പഠിപ്പിക്കുന്ന മക്കളാണ്. ആദ്യം ചോദിക്കണം, നല്ലോണം ചിന്തിക്കണം. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം വെച്ച് വിളമ്പി കൊടുത്ത ആ ഭക്ഷണം കഴിച്ച് പിന്നെയും ആളുകൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിക്കാൻ ഒരു പ്രാപ്തനായിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ഹാഫിള് സുൽത്താൻ തിരൂര്, അതുപോലെ തന്നെ ദാരിമിയായി ഹാഫിളായി ഖാരിയായി ശംസുൽ ഉലമ ഇസ്ലാമിക് കോളേജിൽ സേവനം ചെയ്യുന്ന ഷിഫാൻ എന്ന് പറയുന്ന ദാരിമിയുണ്ട്. അതൊക്കെ ഈ സ്ഥാപനത്തിനും ഈ നാടിനും വലിയ നേട്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു. പാകപ്പെടുത്തിയ മണ്ണ്, അബ്ദുൽ കരീം ഫൈസി എന്ന് പറയുന്ന മനുഷ്യൻ പാകപ്പെടുത്തിയ മണ്ണ്. ആ മണ്ണിൽ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരു വിത്തിട്ട് അതിനെ മുളപ്പിച്ചു. ഇനി അതിനെ നട്ടു വളർത്തിയ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വെള്ളം ഒഴിച്ച് കെടാത്ത രീതിയിൽ വാടാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ട കടമ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കുമാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ വ്യക്തി ഇവിടെ നിന്ന് പോയാലും മരണപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും ഈ സ്ഥാപനം നിന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി ഖൽബ് തട്ടി ഞാൻ പറയുന്നത്. വേറൊന്നും വിചാരിച്ചല്ല, ആഖിറത്തിൽ നമുക്ക് ഉപകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. 14 മക്കൾ ഇപ്പം സനത് സ്വീകരിക്കുകയാണല്ലോ. 14 മക്കൾക്ക് ഷഹാദയാണ് കൊടുക്കുന്നത്.
ആ ഷഹാദ കിട്ടുന്ന മക്കളൊരു പ്രത്യേകത ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഈ 14 മക്കളും തലപ്പാവ ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് ഇപ്പോഴും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ഞാൻ ആഗ്രഹിക്കുന്നതും എന്നെ പഠിപ്പിച്ചു വളർത്തിയ എന്റെ ഉസ്താദുമാർ ആഗ്രഹിക്കുന്നതും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല, ദുനിയാവ് ആഗ്രഹിച്ച് പ്രവർത്തിക്കരുത് എന്ന് ഞങ്ങൾക്ക് എപ്പോഴും നസീഹത്ത് നൽകുന്ന സമയത്ത് എന്റെ ഉസ്താദുമാരെ പറയലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എന്റെ ഉസ്താദ് ഇവിടെ എത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നല്ല ആരോഗ്യ ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. 14 മക്കളും വിശുദ്ധ ഖുർആനുമായി, വിശുദ്ധ ഹദീസുമായി, വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ അഹ്ലുകാരായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ തലമുറയായി മാറാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ആ മക്കൾ ഇൻഷാ അല്ലാഹ് ഇനി 1-2 വർഷങ്ങൾക്ക് ശേഷം ഫൈസിയായും മറ്റുള്ള ബിരുദമെടുത്തുകൊണ്ട് ദീനിനെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. 14 മക്കൾ അൽഹംദുലില്ലാഹ്. എത്ര വലിയ തൗഫീഖാണ് ഈ നാടിന് കിട്ടിയത്. വലിയ വലിയ പള്ളികളും വലിയ വലിയ സ്ഥാപനങ്ങളുമുള്ള സ്ഥലത്ത് കിട്ടാത്ത ഒരു തൗഫീഖ് ചെറിയ ഒരു ഗ്രാമത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നിഅമത്താണ്. അല്ലാഹു ഈ നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്, ഈ നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. വല്ലാത്തൊരു ആഗ്രഹം മാത്രം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു പള്ളിയായിരുന്നു, ചെറിയ പള്ളി. ഞാൻ വന്ന സമയത്ത് ഒരു ബാത്റൂമേ ഉള്ളൂ. ഉസ്താദിനും മക്കൾക്കും ഒരു ബാത്റൂം, നാട്ടുകാർക്കും ഉപയോഗിക്കാൻ ഒരു ബാത്റൂം. നിസ്കരിക്കാൻ 4 സോഫ് നിന്നാ ഫുള്ളായി. 5ാമത്തെ സോഫ് നിൽക്കണമെങ്കിൽ സിറ്റൗട്ടിലേക്ക് വരണം. നിൽക്കാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് അല്ലാഹു ചെയ്ത നിഅമത്ത് വിശാലമാക്കപ്പെട്ട പള്ളി അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ചെറിയൊരു സ്ഥാപനം വേണം. ആ സ്ഥാപനം എന്ന് പറയുന്നത് എന്റെ പേരിലോ അല്ലെങ്കിൽ ബദരിയന്റെ പേരിലോ മാത്രമല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പേരിൽ, സമസ്തയുടെ തീരുമാനം, സമസ്തയുടെ എന്താവശ്യവും എന്തും നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം പുറത്തേക്കാട് ഇൻഷാ അല്ലാഹ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ച റബ്ബ് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് ഖിയാമത്ത് നാൾ വരെ കണ്ണൂർ ജില്ലയുടെ ഒരു കേന്ദ്രമായി ഈ പുറത്തേക്കാട് മാറണം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത്രമാത്രം ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃഷിഭൂമി തന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. അബ്ദുൽ കരീം ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് തന്നതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ഈ ഉസ്താദിന്റെ ശിഷ്യന്മാരെ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരാവട്ടെ, സഹോദര യുവാക്കളാവട്ടെ, ആ ഉസ്താദ് ആഗ്രഹിച്ച ഏത് രീതിയാണോ ആ രീതി നമുക്ക് ഇൻഷാ അല്ലാഹ് പുറത്തേക്കാടിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട്, പുറത്തേക്കാടിന്റെ പ്രദേശത്ത് വെച്ചുകൊണ്ട്, പുറത്തേക്കാടിൽ വെച്ചുകൊണ്ട് തന്നെ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇരിക്കുന്ന ആളുകള് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ നാട്ടിലേക്ക് സമസ്തയുടെ ആലിമീങ്ങളെ കൊണ്ടുവരാൻ. ഓരോ സമയങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ഓരോ ആളുകൾ വരുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് കൂട്ടിപ്പിടിച്ച് ഓർത്തുകൊണ്ട് ഒരുപാട് ആലിമീങ്ങളെ നിറക്കുന്ന ഒരു സദസ്സ് ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ എത്ര കണ്ടാലും സ്തുതിച്ചാൽ മതിയാവുകയില്ല.